ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന യാഷ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ടോക്സിക് ഐ ഫയറി ടൈൽ എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ തിയേറ്ററിലോട്ട് തിരികെയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോഴുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. യാഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി മലയാളി താരം ഗീതു മോഹൻദാസ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ കന്നഡ ചിത്രമാണുള്ള ടോക്സിക് എന്ന് പറയുന്ന സിനിമ. കന്നഡയ്ക്ക് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, മലയാളം, ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകളായിട്ട് പാനിന്ത്യ റിലീസായിട്ടെത്തിയ ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് ഉള്ളത്. യാഷിനോടൊപ്പം തന്നെ കിയാര അദ്വാനി, ഹുമ ഖുറേഷി, നയൻതാര, താര രുക്മിണി വസന്ത് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമെടുത്തിയ ചിത്രം നിർമ്മിക്കുന്നത് KVN പ്രൊഡക്ഷൻസും യാഷും ചേർന്നാണ്. ഏകദേശം 500 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഇന്നത്തെ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ വമ്പൻ വരവേൽപ്പ് തന്നെയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. പ്രീസെയിലിലൂടെ മാത്രം ഏകദേശം 75 കോടി രൂപയോളം ചിത്രം ഇന്നലെ വരെയുള്ള ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങുനിന്നും മികച്ച റെസ്പോൺസ് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 3 മണിക്കൂറും 14 മിനിറ്റ് ദൈർഘ്യമാണ് ചിത്രത്തിൻ്റെത്. ഒരു സീൻ പോലും കട്ട് ചെയ്യാതെയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണല്ലോ വലിയൊരു സിനിമ ആസ്വാദകരെ KGF എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് സ്വന്തമാക്കി യാഷ് ടോക്സിക്കിലൂടെ അത് വീണ്ടും നിലനിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ ഷോ കാണാൻ വേണ്ടി ഇടിച്ചു കയറിയിരിക്കുന്നതല്ല യാഷ് ആരാധകരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഓഡിയൻസിന്റെ അഭിപ്രായങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അറിയാം. എന്തൊക്കെയാണ് ഈ ഒരു ഓണക്കാലത്ത് കേരളത്തിൽ തരംഗമാകാൻ ടോക്സിക്കിന് സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പം ടോക്സിക് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ സിനിമ അപ്ഡേറ്റുകളും ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.